കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ കേസിന് പുറകെ അന്വേഷണം ഉണ്ടായ അവള് കുടുങ്ങും. മയക്കുമരുന്ന് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് വിഷ്ണുവിന് അറിയാലോ. അവക്കൊരു പോറല് പോലും ഏക്കാത്ത വിധം സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. വാർത്ത ലീക്കായ അതിലുൾപ്പെട്ടവരാരൊക്കെയാണെന്ന് പുറലോകം അറിയും. പത്രത്തിലും ചാനലിലൊക്കെ വാർത്തയാവും. പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നാണ് നിയമമെങ്കിലും സോഷ്യൽ മീഡിയ അവരെ ചെകഞ്ഞെടുക്കും. നമ്മുടെ ശ്യാമിക്ക് പിന്നെ നല്ലൊരു ജീവിതവും ഭാവിയും ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? സോഷ്യൽ മീഡിയയുടെ പീഡനത്തിൽ മനംനൊന്ത് ഓരോ ദിവസവും എത്ര കുട്ടികൾ ജീവൻ ഒടുക്കുന്നുണ്ടെന്ന് അറിയാമോ? എന്നാലും നമ്മുടെ ശ്യാം സത്യോ വിഷ്ണു, സത്യോ. അതുകൊണ്ട് തൽക്കാലം ഇത് ആരും അറിയണ്ട. ശാലിനിയോ ശാരികയോ പോലും. സമയമാകുമ്പോ സമാധാനമായിട്ട് നമുക്ക് എല്ലാവരും കാര്യങ്ങൾ അറിയിക്കാം. ശ്യാമം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ശാരദാമ്മയ്ക്ക് ചിലപ്പോൾ താങ്ങാനായെന്ന് വരത്തില്ല. പക്ഷേ ഇതിന്റെ പിന്നിലുള്ളവരങ്ങനെ വിട്ടാലെങ്ങനെയാ സാർ? വിടാൻ പാടില്ല. നിയമത്തിന്റെ വഴിയിൽ ഞാൻ ശ്രമിക്കാം. വിഷ്ണുവിന്റെ വഴി ശ്രമിച്ചോ. പക്ഷേ ഒരിടത്തും ശ്യാമ ചിത്രത്തിൽ വരാൻ പാടില്ല. മനസ്സിലായി. രാജീവ് സാറിന്റെ അമ്മ ഇതറിയുമ്പോ എന്താവുന്ന? അതിപ്പോ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. സാറെന്താ മോനെ പറഞ്ഞത്? അല്ല, പോലീസ് കേസും പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്നു. ആലോചിച്ചപ്പോ എനിക്കത് ശരിയാന്ന് തോന്നി. സാധാരണ അന്വേഷിച്ചാൽ ശരിയാവില്ല. അയാള് വാദി പ്രതിയാക്കും. അതുകൊണ്ടാ. രാജീവ് സാറിന് ആരാ വെട്ടിയത് അതറിയണ്ടേ? സാറിന് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ. സാറ് സംസാരിച്ചു വെച്ച് നോക്കുമ്പോ അതൊരു കൊട്ടേഷൻ ടീമാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മിക്കവാറും ആളും മാറിയിട്ട് വെട്ടിയതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവോ മോനെ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊട്ടേഷൻ ആണെങ്കിൽ ആള് മാറി വിവരം അവരറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോ അവരുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും പോലീസിന്റെ സഹായം ഇല്ലാതെ എങ്ങനെയാ അത് ഉറപ്പ് വരുത്തുന്നത്? അല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്താം. പിന്നെ ഞാനറിയാത്ത കൊട്ടേഷൻ കേക്കൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം. അപ്പോഴേ മോനെ, മോനും കൂടെ എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടല്ലേ? ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. നിങ്ങളെ റൂമിലേക്ക് ഇല്ലേ? സാറോട് ഒറ്റയ്ക്കല്ലേ? ഒന്ന് നിന്നേ. ആ സഹദേവൻ പറഞ്ഞതുപോലെ
എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടോ? എന്ത് കളി? വെട്ടിയതാരെന്ന് ശരിക്കും രാജീവ് സാറിന് അറിയില്ലേ? അതോ പകരം ചോദിക്കാൻ വേണ്ടി മനഃപൂർവ്വം പോലീസിനോട് പേര് പറയാത്തതാണോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ആണെങ്കിലും വിഷ്ണുവേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞു. ഞാനും എന്റെ ഭർത്താവും പിന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരനും മതി ഈ ഭൂമിയിൽ എന്ന് വിചാരിക്കുന്ന പെണ്ണല്ല ഞാൻ. രാജീവ് സാറിന്റെ കാല് വെട്ടിയവരോട് പകരം ചോദിക്കണമെന്ന് തന്നെയാ ഞാനും പറയുന്നേ. നോക്ക്, എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനും സഹായിക്കാം. അങ്ങനെയൊന്നും ഇല്ലടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് പറയാതിരിക്കോ? ശ്യാമ എവിടെ? ശ്യാമ അവള് ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞേ. ഇവളിതിപ്പോ എവിടെ പോയി? ഞാനൊന്നോ എടി, പോലീസിനോട് അയാൾ എന്താ പറഞ്ഞെന്നോ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? പോലീസ് വന്നപ്പോഴേ ഞാൻ അവിടെ നിന്ന് പോന്നു. എന്റെ ശരീരത്തിൽ വേറെ ഇപ്പോഴും മാറിയിട്ടില്ല. എടി, നിനക്ക് ആ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്നും സൂത്രത്തെ അറിയാൻ പാടില്ലായിരുന്നോ അയാൾ എന്താ പറയുന്നതെന്ന്? പോലീസിന് സംശയം തോന്നിയാണെന്ന് പേടിച്ചാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ. എന്ന് ഇപ്പൊ ചെന്ന് ചോദിക്കാം അയാൾ എന്താ പറഞ്ഞെന്ന്. നിന്റെ അമ്മയും സഹോദരിമാരൊക്കെ അല്ലേ അവിടെ ഉള്ളത്? മനു, എനിക്ക് പേടിയൊന്നും പറഞ്ഞില്ല. പോലീസ് അവിടെ കാണും. അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും പേടിയില്ലേടി? തൂങ്ങാൻ പോകുന്നതേ ഞങ്ങളാ. മനു, നീ വലിയ വർത്താനം പറയല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ആരും സാറിനെ വെട്ടാൻ പറഞ്ഞത്? അവിടെ കിടക്കുന്നതേ എന്റെ സാറ് മാത്രല്ല, എന്റെ ചേച്ചിയുടെ ഭർത്താവും കൂടിയാ. എടി, ഒന്ന് പതുക്കെ, ആൾക്കാർ ശ്രദ്ധിക്കും. സംഭവം പുറത്തായി കഴിഞ്ഞാ നിന്നെ ഞങ്ങൾ പെടുത്തോടെ പിന്നെ ജയിലായിരിക്കും. മനു മനു തന്നെ. ഞങ്ങൾക്ക് മുന്നേ വേറെ വഴിയില്ല മോളെ. വെട്ടുകൊണ്ട് നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കെ. ഇയാളോട് അവിടെ വന്ന് കയറാൻ ആരെങ്കിലും പറഞ്ഞോ? സാറ് വന്നത് എന്നെ തിരക്കിയാ. നിന്നെ ആരെങ്കിലും കുറിയടിച്ച് ക്ഷണിച്ചോ അങ്ങോട്ട്? സാധനം വേണ്ടതുകൊണ്ടല്ലേ നീ അങ്ങോട്ട് വന്നത്? സമ്മതിച്ചു, ഞാൻ വന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാ. പക്ഷെ സാറും ഞാനുമായിട്ടുള്ള തർക്കത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാ? അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ. ഓഹോ, നീയും സാറുമായിട്ട് എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷേ ഞങ്ങൾ തന്ന സാധനം വെളിയിൽ പോകാൻ പാടില്ല. എല്ലാം കൂടി ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്ത് പോകും. മനു, നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ രാജീവ് സാറ്? നീ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. ഒരു നിവൃത്തിയില്ലെങ്കിൽ കരഞ്ഞ് കാല് പിടിക്ക. ഒരു കാരണവശാലും അയാൾ നമുക്കെതിരെ മൊഴിയെടുക്കാൻ പാടില്ല. അപ്പൊ സാറിന്റെ കാല് വെട്ടിയതോ? അതിനാര് സമാധാനം പറയും? ഇപ്പൊ അങ്ങനത്തെ ന്യായമൊന്നും നീ പറയാൻ നിൽക്കണ്ട. നമ്മളെല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 1000 വട്ടം ഞാൻ അയാളോട് പോകാൻ പറഞ്ഞത് നീ കണ്ടതല്ലേ? അച്ചായന് ദേഷ്യം കയറിയാ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. സാധാരണ തലയാ എടുക്കുന്നേ, ഇപ്പൊ ഇവിടെ കാലേ ഉള്ളൂ. അതുകൊണ്ട് കൂടിയാ ഞാൻ പറയുന്നേ ഇത് വലിച്ചു നീട്ടണ്ടെന്ന്. അച്ചായന്റെ പേരെങ്ങാനും പുറത്തു വന്നാ പിന്നെ ഭ്രാന്ത് ഇളകും അച്ചായന്. പിന്നെ നീയും കാണില്ല, നിന്റെ ചേച്ചിയുടെ ഭർത്താവും കാണില്ല. കുടുംബത്തോടെ കത്തിച്ചു കളയും അച്ചായൻ. തീപ്പെട്ടി വേണോ മോനെ? ഈശ്വര, വിഷ്ണു ഏട്ടാ. അങ്ങനെ അങ്ങ് പോയാലോ മോനെ? കുടുംബത്തോടെ കത്തിക്കല തീപ്പെട്ടി ഞാൻ കരുതി വെച്ചിട്ട് മോനിങ്ങടെ ഇറങ്ങ്. അത് വാങ്ങിച്ചിട്ടങ്ങ് പോയാ മതി. നിനക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു സ്ഥലം വരെ പോണം. ഇതിലല്ല, അതില്. നിങ്ങളൊന്ന് പോയേ, എനിക്ക് പോണം. നീ വരും, ഞാൻ പറയുന്നിടത്തേക്കെല്ലാം. തീപ്പെട്ടിയല്ല, തീ തന്നെ തരുന്നുണ്ടോ നിനക്ക് ഞാൻ?
ഞാൻ നോയിക്കോളെന്ന് പറഞ്ഞില്ലേ പോളെ. എന്തൊക്കെയായാലും അവനോട് എത്തിയല്ലേ പറ്റൂ. അതല്ലേ പോലീസിന്റെ പവർ. ഓക്കെ ഓക്കെ, ഞാൻ മെസ്സേജ് ചെയ്തോളാം. ആ എന്ത് തോന്നിയ സാറേ കോപ്പ? തോന്നിവാസം വിഷ്ണു കാട്ടി തുടങ്ങിയിട്ടില്ല സഹദേവൻ സാറേ. അങ്ങനെയുള്ള ദുർബുദ്ധിയൊന്നും തോന്നാതിരിക്കാനാ ഇവന് ഇങ്ങോട്ട് കൈമാറുന്നത്. ആരവൻ? പുതിയ തലമുറയുടെ ഒരു ശീലമുണ്ടല്ലോ, ഈ നാക്കിനടിയിലും മൂക്കിലും ഒക്കെ വെളുത്തൊരു പൊടി കുത്തിതിരികെ ആരുടെയെങ്കിലും നെഞ്ചത്തോട്ട് കാർ ഓടിച്ച് കയറ്റി അർദ്ധബോധത്തിൽ സ്വന്തം തള്ളയുടെ വരെ തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു പരിപാടി. ആ പൊടിമരുന്നിന്റെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് വരും. ഓ, ലഹരി മാഫിയാണോടാ? അതെ, കഞ്ചാവും സ്റ്റാമ്പും മുതൽ നാക്കിലടിയിൽ കുത്തിക്കാനുള്ള ചെറുപ്പാമ്പ് വരെ തല മരവിപ്പിക്കാനുള്ള എന്തും ഇവന്റെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ പ്രായം ഇത്രയുള്ളെങ്കിലും ആള് ജഗജില്ല. നീ ഇവൻ എവിടുന്നാ പൊക്കിയേ? SR കോളേജിലെ സ്റ്റുഡന്റാ. ഓ, അവിടെയും പരിസരത്തുള്ള സ്കൂളിലൊക്കെ മരുന്ന് വിതരണം ഇവന്റെ ഒരു കുത്തകയാ. ഇവൻ എവിടുന്ന സാധനം കിട്ടുന്നെന്ന് പറഞ്ഞോ? ആ, എന്റെ സാറ് അതൊക്കെ ഞാൻ സാറിന് വിട്ടിരിക്കുക. എന്റെ ഒരു ഊഹം വെച്ചിട്ട് വലിയൊരു ചങ്ങലയിലെ അവസാനത്തെ കണ്ണി മാത്രമാണ് ഇവൻ. അത് മൂടോടെ പുറത്തെത്തിക്കണം, അല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാവില്ല. എനിക്കും സാറിനും ഉണ്ടാവുന്ന കുട്ടികളടക്കം നശിച്ചു പോവും. അത് ഞാൻ ഏറ്റു വിഷ്ണു. ഇവന് മരുന്നെത്തിക്കുന്നത് ആരാന്നും അതെവിടുന്നാ വരുന്നതെന്നൊക്കെ തോണ്ടിയെടുക്കും ഞാൻ. അതൊക്കെയല്ലേ നമ്മുടെ പണി. ഇവനങ്ങ് പിടിച്ച് മാറ്റിയെടുത്തോ. പിന്നെ സാറിനോടൊരു സ്വകാര്യമുണ്ട്. ആ, പറഞ്ഞു വിഷ്ണു. സാറിന്റെ പതിവ് നാറിയ ഏർപ്പാടുകൂടെ കാണിക്കുന്നു എന്ന് വെച്ച് ഇതിന്റെ ഇടയിൽ നിന്ന് കമ്മീഷൻ അടിക്കണ കുറ്റവാളി രക്ഷിക്കേണ്ട നോക്കരുതെന്ന് കേട്ടല്ലോ. എന്റെ പൊന്ന് സഹദേവൻ സാറേ, ഇത് നമ്മുടെ പിള്ളേരുടെ ഭാവിയുടെ പ്രശ്നമാണ്. അയ്യോ വിഷ്ണു, എന്താ ഈ പറയുന്നേ? ഇതുപോലത്തെ കേസിനൊന്നും സഹദേവൻ നിക്കില്ല വിഷ്ണു. ആ, നമുക്കപ്പോ വീണ്ടും കാണാം. ആദ്യം സാർ എന്താണ് ചെയ്യുന്നത് നോക്കട്ടെ. ആ, വിഷ്ണു, സത്യത്തിൽ വിഷ്ണു ഇപ്പൊ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. ഇതുപോലത്തെ ഒരു കേസ് പിടിച്ചാ എനിക്ക് പ്രമോഷൻ ഉറപ്പല്ലേ? ഇതേ പിടിച്ചങ്ങ് കയറിക്കൊള്ളാം ഞാൻ. വിഷ്ണു എന്നെ വിശ്വസിക്കണം. ഇനി മുതല് നമുക്കൊരു ധാരണ നീങ്ങാം. എന്നാ ഇയാൾക്ക് കൊള്ളാം. ഷുവർ, ഞാൻ ഏറ്റെന്ന്. ശരി, ഫോട്ടോ. സാർ, അവനെയും കൊണ്ടുവാ. ശരി സാർ.
നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? മനു. നിന്നെ അവൻ തല്ലിയോ? ചെറുതായിട്ട് ഒന്ന് കൈവച്ചു. താനെന്ന് മാറിയുന്നേ. ആ, നീ അവനോട് എന്താ പറഞ്ഞത്? ഈ മരുന്ന് കിട്ടുന്നത് എവിടുന്നാന്ന് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. എന്നോ പറയടാ, നിനക്ക് എവിടുന്നാണ് സാധനം കിട്ടുന്നേ? ഇവിടെ പറയാൻ എവിടുന്നാണ് സാധനം കിട്ടുന്നേ? ഞാനെല്ലാം പറയാം സാറേ. പറഞ്ഞ കൊന്നുകളയും പന്നി നിന്നെ. സാറേ, ആ ഇവിടെ പോൾസന്റെ പേരെങ്ങാനും നീ പറഞ്ഞ ഈ ലോക്കപ്പെട്ട് ചവിട്ടിക്കൂട്ടി കെട്ടി തൂക്കും നിന്നെ ഞാൻ. അപ്പൊ സാറും? അതേടാ, അതെ. വിഷ്ണു ഇപ്പൊ ഒരു ചങ്ങലയുടെ കാര്യം പ്രസംഗിച്ചിട്ട് പോയില്ലേ? അതിൽ അവസാനത്തെ കണ്ണിയാ പോൾസൺ. ആ പേരൊരിക്കലും വെളി വരാൻ പാടില്ല. വന്നാ ആയുസത്തി ചാവില്ല നീ. നിന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്നതേ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ. ഇവിടെ ആവുമ്പോ നീ സേഫാ. നിന്റെ ദേഹത്തൊരു പൂഴിമണ്ണ് വീഴ്ത്തില്ല ആരും, മനസ്സിലായ? നീ പേടിക്കണ്ട. ലഹരി മരുന്ന് കേസിലൊന്നും പെടുത്തില്ല നിന്നെ ഞാൻ. അവനെ ബോധ്യപ്പെടുത്താനായിട്ട് 1-2 ദിവസം നിന്നെ ഞാൻ അകത്തിടും. കോളേജിലെ അടിപിടിയോ കരിങ്കടിയോ ഒക്കെ പോലെ എന്തെങ്കിലും ഒരു ചെറിയ കേസ് ഞാൻ ചാർജ് ചെയ്യും. അതുപോലെ സർ, പിടിച്ചോണ്ട് പോടോ അവനെ. ഇങ്ങോട്ട് നടക്കടാ. പറയടോ. ആ പോളെ, ആളിവിടെ എത്തിയിട്ടുണ്ട്. അവൻ എന്റെ പേര് വല്ലതും പറഞ്ഞോ? ഇല്ലില്ല, അവന്റെ വായിന്ന് ദൂരം ഒന്നും വീണിട്ടില്ല. ഇനി വീഴാതെ ഞാൻ നോക്കിക്കോളാം. അവനോട് സേഫ് ആണല്ലോ അല്ലേ? അതെ അതെ, അവനിവിടെ സേഫാ. ആ പിന്നെ ഈ പിള്ളേരെ സെലക്ട് ചെയ്യുമ്പോ കുറച്ചുകൂടി ആംബിയറുള്ള ഇനത്തെ നോക്കിയെടുക്ക്. ഇവനെയൊക്കെ കണ്ണുരുട്ടി കാണിച്ച നിക്കരിമുള്ളും സൂക്ഷിച്ചോ. ശരി. സത്യഭാമയുടെ മോന്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത ഭാവി തലമുറ നശിക്കും പോലും. എന്താ അമ്മേ? ആ പെണ്ണിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ശ്യാമേ, ഫോൺ സ്വിച്ച്ഡ് ഓഫാ. ശാലിനി എവിടെ? അവളൊരു ഓട്ടോ പിടിച്ചോണ്ട് വരാൻ പോയിരിക്കുക. വിഷ്ണുമോനെ എങ്ങോട്ടും അത്യാവശ്യമായിട്ട് പോയിരിക്കുക. അപ്പൊ നിങ്ങൾ ഇറങ്ങുവാണോ? പോയിട്ട് വരാം മോളെ. ഇനിയിപ്പോ ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിഷ്ണു ഉണ്ടാവും. ഉറക്കമല്ലേ? ആ, മരുന്നിന്റെ ക്ഷീണം ഉണ്ടാവും. വിജയ, നിനക്ക് ഹൃദയത്തിന് അസുഖമുള്ളതാ. വിജയലക്ഷ്മി, ഒന്ന് സമാധാനപ്പെട്. അതിന് മാത്രമൊന്നും ഇല്ല. അതിന് മാത്രമൊന്നും ഇല്ലെന്നോ? അപ്പൊ ഇതിൽ കൂടുതൽ വേണമായിരുന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ,
നിങ്ങളുടെ മക്കളെ കിടപ്പ് കിടക്കുമ്പോഴേ നിങ്ങൾക്ക് അതെണ്ണ മനസ്സിലാവും. അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? സങ്കടം കൊണ്ടാണോ? പെറ്റ വയറിന്റെ വേദന നിനക്ക് മനസ്സിലാവോ? ഈ ഹോസ്പിറ്റൽ എടുത്തങ്ങ് തിരിച്ചു വെച്ചാലേ ആ വേദന എന്തെണ്ണ അങ്ങ് മാറുവോ? ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ചുമ്മാ നിലവിളി അട്ടഹാസമൊക്കെ. ആഹാ, വല്ലവന്റെ വെട്ടുകൊണ്ട് വന്ന് കിടക്കുമ്പോ നിനക്ക് നാണക്കേടൊന്നും ഇല്ലല്ലേ? ഈ അമ്മക്ക് ഇതെന്താ? ആ, എന്റെ മനെ വെട്ടിമുറിച്ചിട്ടിരിക്കുന്ന കണ്ടി ഞാൻ മിണ്ടായിരിക്കണോടി. അതിനാര് വെട്ടിമുറിച്ചെന്നാ? മോളെ നീ ഒന്നും മിണ്ടായിരിക്കേ. അവള് മിണ്ടാതിരിക്കില്ല. എന്റെ മോനെ ഈ നിലയിലാക്കിയിട്ടേ അവക്ക് തൃപ്തിയായിട്ടില്ല.